ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു അടിപൊളി സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് UPIയിലേക്കോ ബാങ്കിലേക്കോ പേപ്പാലിലേക്കോ അങ്ങനെ പല പല വഴികളിലൂടെ നമുക്ക് പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് റിവാർഡ് കിങ് എന്നാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിൽ ഒരുപാട് ടാസ്കുകളുണ്ട്. ഒരുപാട് ടാസ്കുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ടാസ്കുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഡെയിലി ചെക്കിനാണ്. ഡെയിലി ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 കോയിൻ നമുക്ക് ഡെയിലി ചെക്കിനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഡെയിലി ചെക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇതിൽ 10 കോയിനാണ് ഡെയിലി ചെക്കിനായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ക്രാച്ച് കാർഡാണ്. നമുക്ക് 10 സ്ക്രാച്ച് കാർഡ് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് 10 തവണ സ്ക്രാച്ച് ചെയ്ത് ഡെയിലി ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപ്ച ടൈപ്പിംഗ് ആണ്. നമുക്കിവിടെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സ് മുകളിൽ നോക്കി അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ അത് ക്ലെയിം കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. പിന്നെയുള്ള ഇതിലെ മെയിനായിട്ടുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പിൻ വീലാണ്. ഇവിടെ സ്പിൻ വീൽ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ പല പല റിവാർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്ക് ബാൻഡ്, ഇയർഫോണ്, അതുപോലെ ഇയർബഡ്സ് ഒക്കെ പോലുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കുറേ കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ സ്പിൻ വീൽ ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് സ്പിൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റിവാർഡ് 25 കോയിൻ കിട്ടിയിട്ടുണ്ട്. 25 കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 25 പൈസ ആയിട്ട് എടുത്തു തരുന്നതാണ്. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്പിന്നിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ 15 മിനിറ്റിലും ഓരോ 15 മിനിറ്റ് കഴിയുന്തോറും നമുക്കിത് സ്പിൻ ചെയ്ത് പരമാവധി കോയിൻ നമുക്ക് ഏൺ ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ ബാലൻസിലേക്ക് ആഡ് ആവുന്നുണ്ട്. പിന്നെയുള്ളത് മാജിക് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ആഡ് വരുന്നതാണ്. ആ ആഡ് കഴിയുന്നവരെ അത് കണ്ട് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെയുള്ള ടാസ്കുകളിൽ നിന്ന് കിട്ടിയ പോലെ കുറച്ച് റിവാർഡ് കിട്ടുന്നുണ്ട്. അതും നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നുണ്ട്. ഇതെല്ലാം അടിച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സിൽവർ ബോക്സ്, ഗോൾഡ് ബോക്സ്, പ്ലാറ്റിനം ബോക്സ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ടാസ്ക് പറയുന്നുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത്ര മിനിറ്റ് ഓപ്പൺ ആക്കി വെക്കുക. അങ്ങനത്തെ ചില ടാസ്കുകളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാജിക് ബോക്സ് പോലെ ബാക്കിയുള്ള ബോക്സുകളും ഓപ്പൺ ആയി വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓഫർ വാൾ എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ടാസ്ക് കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ, നമ്മൾ മറ്റ് പല സെൽഫ് ഏണിംഗ് ആപ്പുകളിലും കണ്ടിട്ടുള്ള പല കമ്പനികളുടെ പബ്സ്കെയിൽ, ആഡ്സെൻറ്റ്, ബിറ്റ് ലാബ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ സർവേസ്, ആപ്പ് ഇൻസ്റ്റാൾ ടാസ്ക് ഒക്കെ നമുക്കിവിടെ ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ പേജ് ഓരോന്ന് ഫോളോ ചെയ്യുന്നതിന് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ ഫോളോ ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് കോയിൻ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലേ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, അത് നമ്മൾ പല ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആക്കുക. ആ ആപ്പ് ഓപ്പൺ ആക്കി വെക്കുന്നതനുസരിച്ച് നമുക്ക് കോയിൻ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ഓപ്ഷൻ. എനിക്കിപ്പോൾ 7455 കോയിൻ കാണുന്നുണ്ട്. അത് ഏകദേശം ഒരു 75 രൂപയുടെ അടുത്ത് വരുന്നൊരു സംഭവമാണ്. പിന്നീട് ഇതിൽ റെഫർ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് ഈ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. 1500 കോയിൻസ് പ്ലസ് 5% എക്സ്ട്രാ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 കോയിനും അവരുടെ 5% ഏണിംഗ് കമ്മീഷനും കിട്ടുന്നുണ്ട്. അവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 125 കോയിൻ കിട്ടുന്നുണ്ട്. അവർ 5ാമത്തെ വിഡ്രോയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 300 കോയിൻ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ 10ാമത്തെ വിഡ്രോയിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1000 കോയിനാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 1500 കോയിൻ എന്ന് പറയുന്നത്. ഇതേപോലെ സംഭവം നമ്മൾ റെഫർ കംപ്ലീറ്റ് ആക്കി ഒരു 100 ഇൻവൈറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10,000 കോയിൻ എക്സ്ട്രാ ബോണസ് കിട്ടുന്നുണ്ട്. ഒരു 500 പേര് ഇൻവൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് കിട്ടുന്നുണ്ട്. 2500 ഇൻവൈറ്റേഴ്സ് ടോട്ടൽ ആയിട്ടുണ്ടെങ്കിൽ ഹെഡ്ഫോൺ കിട്ടുന്നുണ്ട്. 5000 ഇൻവൈറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. 14 ഇൻവൈറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ബാൻഡ് കിട്ടുന്നുണ്ട്. 50,000 ടോട്ടൽ ഇൻവൈറ്റേഴ്സ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ക്യാനൻ്റെ DSLR ക്യാമറയും ഇതിൽ കിട്ടുന്നുണ്ട്. ഇത്രയും ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ട് നമുക്ക് ഒരുപാട് റിവാർഡ്സ് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയുള്ളതാണ് നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്. റെഡീം എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ കോയിൻ കൺവേർഷൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. 2000 കോയിൻ എന്ന് പറയുന്നത് 15 രൂപയാണ്. 2500 കോയിൻ എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ അത്രയായി വിഡ്രോ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഒരു ലാഭം ഇല്ലാത്ത പോലെ. ഇപ്പം അങ്ങനെയാണെങ്കിൽ 50 രൂപ 5000 കോയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ആ കോയിൻ അനുസരിച്ചിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് മതിയെങ്കിൽ 15 രൂപ 20 രൂപ വെച്ച് നമുക്ക് 2000 കോയിനൊക്കെ ആകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പേപ്പാലിലേക്കാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡോളറായിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളൊരു കൺവേർഷൻ നമുക്കിതിൽ വിഡ്രോ ചെയ്ത് നടത്താൻ പറ്റും. അപ്പോൾ ടയർ 1 കൺട്രികളിൽ
ഒരു $2 5000 കോയിൻ്റെ വാല്യൂ. ബാക്കി കൺട്രികളിലൊക്കെ ഒരു $1 അടുത്തൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ നോക്കിയാലും നമ്മൾ INR വിഡ്രോ ചെയ്യുന്നതിനേക്കാളും ലാഭം ഡോളറിൽ വിഡ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഉള്ളവർ അങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. 10,000 കോയിനാണെങ്കിൽ 110, 50,000 കോയിനാണെങ്കിൽ 550, അല്ലെങ്കിൽ ഡോളറാണെങ്കിൽ അങ്ങനെ. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഇന്ത്യൻ യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. അതിൽ 5,000 കോയിൻ എന്ന് പറയുന്നത് 40 രൂപ, 10,000 കോയിൻ എന്ന് പറയുന്നത് 100 രൂപ, 50,000 കോയിൻ എന്ന് പറയുന്നത് 500 രൂപയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിൽ വിഡ്രോ ഓപ്ഷൻ വരുന്നത് UPI, ബാങ്ക്, പേപ്പാൽ, ബൈനാൻസ്, ഈസി പൈസ, ജാസ് ക്യാഷ്, ആമസോൺ പേ, ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് രീതിക്ക് നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ എടുക്കാനും പറ്റും. ഇപ്പോൾ എന്തായാലും എനിക്ക് 7,485 കോയിനുള്ള സ്ഥിതിക്ക് ഞാൻ ഇതിലൊരു 5,000 കോയിൻ, അതായത് ഏകദേശം ഒരു 50 രൂപയുടെ അടുത്ത് ഞാൻ ഇത് വിഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. UPI വഴിയാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ വിഡ്രോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ 5,000 കോയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി UPI എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ UPI ID ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ UPI ID ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റാതെ അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് വേറെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി വിഡ്രോവലിൻ്റെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. വിഡ്രോവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെർവർ എററാണ്. നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇതിൽ വിഡ്രോ ആയിട്ടുണ്ട്. നമുക്കിതിൽ റീസെൻറ്റ് ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്തെടുത്ത കോയിൻസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. വിഡ്രോ ചെയ്തതിൻ്റെ ലിസ്റ്റും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പൊരു 2,000 കോയിൻസ്, അതായത് 15 രൂപയിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഡ്രോ ചെയ്ത 50 രൂപയിൽ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അത് കയറി കഴിഞ്ഞിട്ടുള്ള ബാങ്ക് കൂടെ നമുക്ക് ഇതിലൊന്ന് കാണാം. അപ്പോൾ Paytm നിന്ന് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 50 രൂപ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വിഡ്രോ കിട്ടുന്നുണ്ട്. ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമുക്കിനി ഫോണിൽ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനായിട്ട്, നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ് ആയെന്ന് പറഞ്ഞിട്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ നോക്കിയാൽ അതിൻ്റെ നോട്ടിഫിക്കേഷനിലും അത് കാണാം. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ റീസെൻറ്റ് ട്രാൻസാക്ഷനിൽ ഏണിംഗ് ഭാഗത്ത് നമുക്ക് കിട്ടിയ കോയിനും വിഡ്രോ എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ വിഡ്രോ ചെയ്തിട്ട് നമുക്ക് സക്സസ്ഫുള്ളായത് ഒരു പച്ച നിറത്തിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഇതാ 50 രൂപ, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. വിഡ്രോ കിട്ടും, ട്രസ്റ്റഡ് ആണ്. എല്ലാവരും യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.